അപ്പം നെക്സ്റ്റ് ഹെഡ് ലോസ് ഇൻ നമുക്കറിയാം ഹെഡ് ലോസ് ഇൻ ഇക്വിവാലൻറ്റ് പൈപ്പ് എന്ന് പറയുന്നതും കോമ്പൗണ്ട് പൈപ്പിൻ്റെയും ഹെഡ് ലോസ് ഈക്വൽ ആണ്. ദാറ്റ് ഈസ് ഹെഡ് ലോസ് ഇൻ ഇക്വിവാലൻറ്റ് പൈപ്പ് ആൻഡ് കോമ്പൗണ്ട് പൈപ്പ് ഈസ് സെയിം. നമ്മൾ ഇക്വേഷൻ 2ഉം 3യും ഇക്വേറ്റ് ചെയ്തു. ഇക്വേഷൻ 2 എന്ന് പറയുന്നത് 4 × 16 f² (2g) into L1 d1 raised to 5 plus L2 d2 raised to 5 plus L3 d3 raised to 5 which is equal to 4 × 16 f² (pi² g 2g into LT raised to 5 ആണ്. ഇതിൽ ഈ ഒരു രണ്ട് ടേംസും ഇക്വേറ്റ് ചെയ്യുമ്പോൾ ക്യാൻസൽ ആയിപ്പോയി. ലാസ്റ്റ് നമുക്ക് കിട്ടുന്ന ഇക്വേഷൻ എന്ന് പറയുന്നത് L1 (d1 raised to 5 plus L2 (d2 raised to 5 plus L3 (d3 raised to 5) is equal to L (d raised to 5). It is L (d raised to 5) is equal to L1 (d1 raised to 5 plus L2 (d2 raised to 5 plus L3 (d3 raised to 5) which is equation number 4. ഈ ഇക്വേഷനെ പറയുന്നതാണ് ഡ്യൂപിറ്റ്സ് ഇക്വേഷൻ എന്ന്. ഈ ഒരു ഇക്വേഷൻ പ്രോബ്ലത്തിൽ നമുക്ക് L വാല്യൂ അറിയുന്നുണ്ടാവും, അതുപോലെ തന്നെ L1 വാല്യൂ, ഡയമീറ്ററും D1 എന്നാൽ ലെങ്ത് ഓഫ് പൈപ്പ് 1, ഡയമീറ്റർ ഓഫ് പൈപ്പ് 1, L2 വാല്യൂ, D2 വാല്യൂ, അതുപോലെ L3 വാല്യൂ, D3 വാല്യൂ പ്രോബ്ലത്തിൽ തരും. എന്നിട്ട് നമ്മുടെ അടുത്ത് ഇക്വിവാലൻറ്റ് ഡയമീറ്റർ ആണ് കണ്ടുപിടിക്കാൻ പറയാം. ഇൻ ദിസ് ഇക്വേഷൻ L എന്ന് പറയുന്നത് L1 + L2 + L3 and D1, D2, D3 are known, hence equivalent diameter D can be obtained. അപ്പം ഈ Lൻ്റെ വാല്യൂ ഈ ബാക്കി വാല്യൂസ് എല്ലാം കിട്ടിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ ഇക്വിവാലൻറ്റ് പൈപ്പിൻ്റെ ഡയമീറ്റർ കണ്ടുപിടിക്കാം. അതായിരിക്കും പ്രോബ്ലം ചോദിക്കുക. ഓക്കെ, നെക്സ്റ്റ് വരുന്നതാണ് പൈപ്പ്സ് ഇൻ പാരലൽ. ഇപ്പോൾ ഞാനിവിടെ ഒരു പൈപ്പ് കാണിച്ചിട്ടുണ്ട്. ഈ പൈപ്പ് എന്ന് പറയുന്നത് 2 ബ്രാഞ്ചായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് പിന്നെയും അത് ജോയിൻ ചെയ്തിട്ട് ഒരു സിംഗിൾ പൈപ്പായിട്ടുണ്ട്. ഇതിനെയാണ് നമ്മൾ പൈപ്പ് ഇൻ പാരലൽ എന്ന് പറയുന്നത്. ഈ 2 പൈപ്പ് ബ്രാഞ്ച് ചെയ്തിട്ടുള്ള പൈപ്പ് 1ഉം പൈപ്പ് 2ഉം പാരലലാണ്. ഈ ഒരു കണക്ഷനെയാണ് നമ്മൾ പൈപ്പ്സ് ഇൻ പാരലൽ എന്ന് പറയുന്നത്. ഒരു മെയിൻ പൈപ്പിനെ നമ്മൾ 2ആയിട്ട് ബ്രാഞ്ച് ചെയ്തിട്ടുണ്ട്, എന്നിട്ട് അതിനെ പിന്നെ ജോയിൻ ചെയ്തിട്ടുണ്ട്. ഇങ്ങനെ ബ്രാഞ്ച് ചെയ്യുന്ന പൈപ്പിനെയാണ് നമ്മൾ പൈപ്പ്സ് ഇൻ പാരലൽ എന്ന് പറയുന്നത്. Consider a main pipe which is divided into 2 branches and again joined in the downstream to form a single pipe. The branched pipes are said to be in parallel. ഈ ഒരു ബ്രാഞ്ച് ചെയ്തിട്ടുള്ള പൈപ്പ്സിനെയാണ് നമ്മൾ പാരലലാണെന്ന് പറഞ്ഞിട്ടുള്ളത്. ഒരു മെയിൻ പൈപ്പിനെ നമ്മൾ 2 ബ്രാഞ്ചായിട്ട് കൊടുത്തു, എന്നിട്ട് അത് ഡൗൺ സ്ട്രീമിലേക്ക് ആകുമ്പോഴേക്കും ജോയിൻ ചെയ്തിട്ടുണ്ട്. ഇങ്ങനെ ഈ ബ്രാഞ്ച് ചെയ്തിട്ടുള്ള പൈപ്പ് എന്ന് പറയുന്നത് ഇൻ പാരലലാണ്. ഓക്കെ, വെൻ പൈപ്പ്സ് ആർ കണക്റ്റഡ് ഇൻ പാരലൽ, നമ്മൾ പൈപ്പ്സിനെ പാരലായിട്ടാണ് കണക്ട് ചെയ്യുന്നതെങ്കിൽ അവിടെ ഉണ്ടാകുന്ന ഡിസ്ചാർജ് Q is equal to Q1 + Q2. ഡിസ്ചാർജ് Q എന്ന് പറയുന്നത് is equal to Q1 + Q2 ആണ്. ഓക്കെ, ഇനി ഹെഡ് ലോസ് ഡ്യൂ ടു ഫ്രിക്ഷൻ ഇൻ ഈച്ച് ബ്രാഞ്ചസ്. ഹെഡ് ലോസ് ഡ്യൂ ടു ഫ്രിക്ഷൻ ഓരോ ബ്രാഞ്ചിലും ഹെഡ് ലോസ് HF എന്ന് പറയുന്നത് HF1 is equal to HF2. ഓക്കെ, ഹെഡ് ലോസ് ഡ്യൂ ടു ഫ്രിക്ഷൻ ഇൻ ബ്രാഞ്ചസ് is same, that is HF is equal to HF1 which is equal to HF2. നെക്സ്റ്റ് ഒരു പ്രോബ്ലമാണ്. 3 pipes of length 800 meter, 500 meter and 400 meter and of diameters 500 mm, 400 mm and 300 mm respectively are connected in series. These pipes are said to be replaced by a single pipe of length 1700 meter. Find the diameter of single pipe. എന്നാൽ നമ്മുടെ ഇക്വിവാലൻറ്റ് പൈപ്പിൻ്റെ ഡയമീറ്റർ കണ്ടുപിടിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. നമ്മൾ 3 പൈപ്പ്സാണ് കണക്ട് ചെയ്തിട്ടുള്ളത്. ലെങ്ത്തും തന്നിട്ടുണ്ട്, ഡയമീറ്ററും തന്നിട്ടുണ്ട്, സിംഗിൾ പൈപ്പിൻ്റെ ലെങ്ത്തും തന്നിട്ടുണ്ട്. ഓക്കെ, ക്വസ്റ്റ്യനിൽ ചോദിച്ചിട്ടുള്ളത് ഇക്വിവാലൻറ്റ് ഡയമീറ്റർ കണ്ടുപിടിക്കാനാണ്. അപ്പോൾ ഗിവൺ ഡാറ്റാസ് എഴുതാം. ലെങ്ത് ഓഫ് പൈപ്പ് L1 എന്ന് പറയുന്നത് 800 മീറ്റർ ആണ് തന്നിട്ടുണ്ട്. D1 നമുക്ക് mm-ലാണ്, 500 mm ആണ്. അതിനെ നമ്മൾ മീറ്ററിലേക്ക് കൺവേർട്ട് ചെയ്ത് എഴുതി 0.5. L2 എന്ന് പറയുന്നത് 500 മീറ്റർ ആണ്. D2 എന്ന് പറയുന്നത് 400 mm which is equal to 0.4 mm. ആൻഡ് L3 എന്ന് പറയുന്നത് 400 മീറ്റർ തന്നിട്ടുണ്ട്. ഡയമീറ്റർ D3 300 mm which is equal to 0.3. ആൻഡ് ലെങ്ത് ഓഫ് സിംഗിൾ പൈപ്പ്, നമ്മുടെ ഇക്വിവാലൻറ്റ് പൈപ്പിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത് 1700 ആണെന്ന് തന്നിട്ടുണ്ട്. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഇക്വിവാലൻറ്റ് ഡയമീറ്റർ D ആണ്. നമുക്ക് ഇക്വേഷൻ അറിയാം. L1 / D raised to 5 is equal to L by D raised to 5 is equal to L1 by D1 raised to 5 plus
L2 by D2 raised to 5 plus L3 by D3 raised to 5. ഇതിൽ L വാല്യൂ അറിയാം, L1 വാല്യൂ അറിയാം, D1 വാല്യൂ അറിയാം, L2, D2, L3, D3 എല്ലാ വാല്യൂസും അറിയാം. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെ കിട്ടും 1700 by D raised to 5 D raised to 5 plus 800 by D1 എന്ന് പറയുന്നത് 0.5 raised to 5 plus 0.4 അല്ല, L2 എന്ന് പറയുന്നത് 500, L3 എന്ന് പറയുന്നത് 300. 500 divided by 0.4 raised to 5 plus 300 is divided by 0.3 raised to 5. ഓക്കെ, അത് നമുക്ക് എല്ലാം ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ 1700 ഡിവൈഡഡ് ബൈ D raised to 5 എന്ന് പറയുന്നത് 239037 എന്ന് വാല്യൂ കിട്ടും. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് D raised to 5 ആണ്. D raised to 5 is equal to 0.00711 എന്ന് കിട്ടും. ദാറ്റ് ഈസ് D is equal to 0.00711 raised to 1/5 which is equal to 0.3718 മീറ്റർ ആണ്. നമുക്ക് ക്വസ്റ്റ്യനിൽ MM-ലാണ് ബാക്കി ഡയമീറ്റേഴ്സ് എല്ലാം തന്നിട്ടുള്ളത്. അപ്പോൾ നമുക്കതിനെ MM-ലേക്ക് കൺവേർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ 371.8 mm എന്ന് കിട്ടും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, എ പൈപ്പ് ഓഫ് ഡയമീറ്റർ 20 cm and length 2000 meter connect two reservoirs having difference of water level as 20 meter. Determine the discharge through the pipes. If an additional pipe of diameter 20 cm and length 1200 meter is attached to the last 1200 meter length of an existing pipe, find the increase in discharge. Take F is equal to 0.015 and neglect minor loss. അപ്പോൾ നമ്മളടുത്ത് പറഞ്ഞിട്ടുണ്ട് പൈപ്പിൻ്റെ ഡയമീറ്റർ എന്ന് പറയുന്നത് 20 cm ആണ്, ലെങ്ത് എന്ന് പറയുന്നത് 2000 meter ആണ്. രണ്ട് റിസർവോയ്സ് തമ്മിലാണ് കണക്ട് ചെയ്തിട്ടുള്ളത്. റിസർവോയ്സിലെ വാട്ടർ ലെവൽ തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത് 20 meter ആണ്. ആ കേസിൽ ഡിസ്ചാർജ് കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുണ്ട്. അതിനുശേഷം നമ്മളൊരു പൈപ്പിൽ ആ ഒരു അഡീഷണൽ പൈപ്പ് കൊടുക്കുകയാണ്. ഇറ്റ് അഡീഷണൽ പൈപ്പ് കൊടുക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പൈപ്പിൻ സീരീസാണ് ഉദ്ദേശിച്ചിട്ടുള്ളത്. ഇഫ് ഇൻ അഡീഷണൽ പൈപ്പ് ഓഫ് ഡയമീറ്റർ 20 cm and length 1200 meter is attached to the last 1200 length of existing pipe. എക്സിസ്റ്റിംഗ് പൈപ്പ് എന്ന് പറയുന്നത് 2000 meter ലെങ്ത്തിൽ നമ്മൾ ലാസ്റ്റ് 1200 മീറ്ററിലായിട്ട് നമ്മൾ അവിടെ എന്ത് കണക്ട് ചെയ്യുന്ന ഒരു അഡീഷണൽ പൈപ്പ് കണക്ട് ചെയ്യണം. അപ്പോൾ അവിടെ ഉണ്ടാകുന്ന ഡിസ്ചാർജ് കണ്ടുപിടിക്കണം. എന്നിട്ട് ഇങ്ങനെ ഈ ഒരു അഡീഷണൽ പൈപ്പ് കൂടി കണക്ട് ചെയ്യുമ്പം ഉണ്ടാകുന്ന ഡിസ്ചാർജും പൈപ്പ് നമ്മൾ സിംഗിളായിട്ട് ഒരൊറ്റ പൈപ്പായിട്ട് കൊടുത്തിരിക്കുന്ന സമയത്തുള്ള ഡിസ്ചാർജും തമ്മിൽ ഉള്ള ഇൻക്രീസ് ഇൻ ഡിസ്ചാർജ് കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുണ്ട്. ആൻഡ് ഫ്രിക്ഷൻ കോഎഫിഷ്യൻ്റ് ഓഫ് ഫ്രിക്ഷൻ എന്ന് പറയുന്നത് 0.015 ആയിട്ട് എടുക്കാം. മൈനർ ലോസ് എല്ലാം നെഗ്ലക്റ്റും ചെയ്യാം. അപ്പോൾ നമ്മൾ കേസ് 1ൻ്റെ ഫിഗറാണ് ഈ വരച്ചിരിക്കുന്നത്. ഓക്കെ, ഗിവൺ ഡീറ്റെയിൽസ് ഒക്കെ തന്നിട്ടുണ്ട്. ഡയമീറ്റർ ഓഫ് പൈപ്പ് എന്ന് പറയുന്നത് D is equal to 20 cm which is equal to 0.20. പൈപ്പ് ഡയമീറ്റർ ഓഫ് പൈപ്പ് D is equal to 20 cm which is equal to 0.20 meter. ലെങ്ത് ഓഫ് പൈപ്പ് എന്ന് പറയുന്നത് 2000 meter ആണ്. വാട്ടർ ലെവൽ തമ്മിലുള്ള ഡിഫറൻസ് H എന്ന് പറയുന്നത് 20 meter എന്ന് തന്നിട്ടുണ്ട്. കോഎഫിഷ്യൻ്റ് ഓഫ് ഫ്രിക്ഷൻ എന്ന് പറയുന്നത് 0.015 ആണ്. മൈനർ ലോസ് എല്ലാം നെഗ്ലക്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഡിഫറൻസ് ഇൻ ലിക്വിഡ് സർഫസ് എന്ന് പറയുന്നത് ഹെഡ് ലോസ് ഡ്യൂ ടു ഫ്രിക്ഷൻ ആണ്. ഈ AB എന്ന് പറയുന്ന ലിക്വിഡ് ലെവൽ തമ്മിലുള്ള ഡിഫറൻസ് H is equal to 20 meter എന്ന് തന്നിട്ടുണ്ട്. നമുക്കറിയാം ഹെഡ് ലോസ് ഡ്യൂ ടു ഫ്രിക്ഷൻ എന്ന് പറയുന്നത് ഇസ് ഈക്വൽ ടു ഡിഫറൻസ് ഇൻ ലിക്വിഡ് സർഫസ് ലെവലാണ്. ദാറ്റ് ഈസ് H is equal to HF. ഓക്കെ, കേസ് 1 എന്ന് പറയുന്നത് ഒരു സിംഗിൾ പൈപ്പാണ് രണ്ട് റിസർവോയ്സ് തമ്മിൽ കണക്ട് ചെയ്യാൻ യൂസ് ചെയ്തിട്ടുള്ളത്. ഈ ഒരു ഫിഗറാണ് കേസ് 1. ഇതിൻ്റെയാണ് ഈ ഫിഗർ കേസ് 1ൻ്റെ ഫിഗറാണ്. ഓക്കെ, അപ്പോൾ വെൻ എ സിംഗിൾ പൈപ്പ് കണക്ട്സ് ടു റിസർവോയേഴ്സ് H is equal to 4FL V²/2GD ആണ്. V കണ്ടുപിടിക്കാൻ വെലോസിറ്റി നമുക്ക് തന്നിട്ടില്ല. സോ V കണ്ടുപിടിക്കാൻ നമ്മൾ എന്ത് യൂസ് ചെയ്തു? നമുക്കറിയാം ഡിസ്ചാർജ് Q is equal to
A into V ആണ്. That is V is equal to Q by A. That is Q divided by pi by 4 into D square. That is 4Q by pi D square. അപ്പം നമുക്കറിയാം H is equal to 4 into 16 into FL Q square by pi square G D raised to 5. H is equal to 32 FL Q square by pi square G D raised to 5 ആണ്. നമുക്ക് നേരത്തെ അറിയായിരുന്നു എച്ച് എന്ന് പറയുന്നത് HF എന്ന് പറയുന്നതാണ് HFൻ്റെ ഇക്വേഷനാണത്. അപ്പോൾ ദാറ്റ് ഈസ് H is equal to 20 is equal to 32 into 0.015. F എന്ന് പറയുന്നത് 0.015 ആണ് തന്നിട്ടുണ്ട്. ലെങ്ത് ഓഫ് പൈപ്പ് 2000 into Q square divided by pi square into 9.81 into 0.2 all raised to 5 and which is equal to 3098.5.07 Q square ആണ്. ഇനി ഈ രണ്ട് ഇക്വേഷൻ 20 is equal to 3098.5.07 Q square എന്നാണ്. This Q is equal to root of 20 divided by 30,985.07 which is equal to 0.0254 meter cube per second എന്ന് കിട്ടി. ഇതാണ് നമ്മൾ ആ സിംഗിൾ പൈപ്പായിട്ടാണ് കൊടുത്തിട്ടുണ്ടെങ്കിൽ അവിടെ ഉണ്ടാകുന്ന ഡിസ്ചാർജ്. ഓക്കെ, നെക്സ്റ്റ് കേസ് 2 എന്ന് പറയുന്നത് ഈ ഒരു പൈപ്പിൻ്റെ 1200 ലാസ്റ്റ് 1200 ഒരു അഡീഷണൽ പൈപ്പ് കണക്ട് ചെയ്തിട്ടുണ്ട്. ആ അഡീഷണൽ പൈപ്പിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത് 1200 മീറ്ററും 20 സെൻറ്റിമീറ്റർ ഡയമീറ്ററുമാണ്. അപ്പോൾ നമ്മൾ ഈ ടോട്ടൽ പൈപ്പ് എന്ന് പറയുന്നത് 2000 മീറ്ററാണ്. 2000 മീറ്ററിന് 12,000 കുറച്ചാൽ ഈ ഒരു പൈപ്പിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത് 800 കിട്ടും. ഓക്കെ, അപ്പോൾ നമുക്ക് ഇവിടെ ഒരു പൈപ്പ് ഒരു പോയിൻ്റ് C കൺസിഡർ ചെയ്യാം. ഈ ഡിവൈഡ് ചെയ്യുന്നൊരു പോയിൻറ്റിൽ D കൺസിഡർ ചെയ്യാം. ഇവിടെ വരെ F അഡീഷണൽ പൈപ്പ് എന്ന് പറയുന്നത് DF ആയിട്ട് കൺസിഡർ ചെയ്യാം. ലെറ്റ് Q1 ഡിസ്ചാർജ് ത്രൂ പൈപ്പ് CD. ഈ ഒരു CD പൈപ്പിലൂടെയുള്ള ഡിസ്ചാർജാണ് Q1. പൈപ്പ് Dയിലൂടെയുള്ള ഡിസ്ചാർജ് Q2 ആയിട്ടും പൈപ്പ് 3യിലൂടെയുള്ള ഡിസ്ചാർജ് നമ്മൾ Q3 ആയിട്ടും എടുത്തു. ഇനി CD, ഈ പൈപ്പ് CDയുടെ ലെങ്ത് എന്ന് പറയുന്നത് 800 ആണ്. ഡയമീറ്റർ എന്ന് പറയുന്നത് 0.20 മീറ്റർ. ലെങ്ത് ഓഫ് പൈപ്പ് DE, ഡിയുടെ ലെങ്ത് എന്ന് പറയുന്നത് 1200 മീറ്റർ. അതിൻ്റെ ഡയമീറ്റർ എന്ന് പറയുന്നത് 0.20 മീറ്റർ. പൈപ്പ് ഓഫ് DFൻ്റെ ലെങ്ത് 1200 മീറ്റർ. അതിൻ്റെ ഡയമീറ്റർ എന്ന് പറയുന്നത് 0.20 മീറ്റർ. ഓക്കെ, ഡയമീറ്റർ ആൻഡ് ലെങ്ത് ഓഫ് പൈപ്പ് 2 and 3 ആർ ഈക്വൽ. ഈ പൈപ്പ് 2ൻ്റെയും 3ൻ്റെയും ഡയമീറ്ററും ലെങ്ത്തും ഈക്വലാണ്. സോ ഡിസ്ചാർജ് Q1, Q2, Q3 ഈ പൈപ്പ് ഡിൻ്റെയും DFൻ്റെയും ലെങ്ത്തും ഡയമീറ്ററും ഈക്വൽ ആയത് തന്നെ കാരണം ഡിസ്ചാർജ് Q2 is equal to Q3 ആണ്. സോ ആൾസോ ഫോർ പാരലൽ പൈപ്പ്സിൻ്റെ കേസിൽ നമ്മൾ പറഞ്ഞു Q1 is equal to Q2 plus Q3 ആണ്. ഡിസ്ചാർജ് മെയിൻ പൈപ്പിലൂടെയുള്ള ഡിസ്ചാർജ് പ്ലസ് മെയിൻ പൈപ്പിലെ ഡിസ്ചാർജ് Q1 is equal to ബ്രാഞ്ചസ്, 2 ബ്രാഞ്ചസ് ആക്കിയിട്ടുണ്ട്. Q2 പ്ലസ് Q3ക്ക് ഈക്വലാണ്. സോ നമുക്കറിയാം Q2 Q3 ഈക്വൽ ആയത് കാരണം ഈ ഇക്വേഷൻ Q1 is equal to Q2 plus Q2 വരും. ജസ്റ്റ് 2Q2 എന്ന് എഴുതാം. Q1 is equal to 2Q2 എന്ന് എഴുതാം. ഓക്കെ, നമ്മൾ നേരത്തെ എഴുതി Q1 is equal to 2Q2. ഇതൊന്ന് നമുക്ക് Q2 is equal to Q1/2 എന്നെടുക്കാം, ഇക്വേഷൻ നമ്പർ 2. ഇനി നമ്മൾ കൺസിഡർ ലൈൻ CDE. നമ്മൾ കൺസിഡർ ചെയ്യുന്ന പൈപ്പ് ലൈൻ എന്ന് പറയുന്നത് CDE. അവിടെ ഉണ്ടാകുന്ന ഹെഡ് ലോസ് HF എന്ന് പറയുന്നത് HFCD പ്ലസ് HFDE. ഈ ഒരു പൈപ്പിലെ ഹെഡ് ലോസ് എന്ന് പറയുന്നത് HFCD പ്ലസ് HFDE ആണ്. ദാറ്റ് ഈസ് 20 is equal to 4F L1 V1 square by D1 into 2G plus 4F L2 into V2 square by D2 into 2G. ഇനി നമ്മൾ CDE അല്ല കൺസിഡർ ചെയ്യുന്ന CDF ആണെങ്കിലും നമുക്ക് സെയിം ആൻസർ തന്നെയായിരിക്കും. ഡിസ്ചാർജിൻ്റെ ആൻസർ എന്ന് പറയുന്നത് സെയിം തന്നെയായിരിക്കും. കാരണം ഈക്വൽ ലെങ്ത് ആണ്. CD എന്ന് പറയുന്നത് 800ഉം 20ഉം ആണ്. DF എന്ന് പറയുന്നത് 1200ഉം 20ഉം ആണ്.
സെയിം CDE കൺസിഡർ ചെയ്യുകയാണെങ്കിലും 20,200 20 അപ്പോൾ നിങ്ങൾ ഏതെങ്കിലും ഒന്ന് കൺസിഡർ ചെയ്താൽ മതി. നമ്മളിവിടെ CDE കൺസിഡർ ചെയ്യാം. ഓക്കെ, സോ ഇതിന് നമ്മൾ എന്ത് ചെയ്യുക, നേരത്തെ പോലെ V1ഉം V2നും ഇക്വേഷൻ ഫോം ചെയ്യും. ഇതിലേക്ക് V1ഉം V2നും ക്യൂവിൻ്റെ ടേമിൽ ഇക്വേഷൻ എഴുതാൻ വേണ്ടിയിട്ടാണ്. ഇറ്റ് ഈസ് V1 is equal to Q1 into Q1 divided by pi/4 into D1 square, which is equal to 4Q1 by pi into 0.04. V2 is equal to Q2 divided by pi/4 into 0.2 square, which is equal to 4Q2 by pi into 0.04. നമ്മൾ മുന്നേ കണ്ടുപിടിച്ചു Q2 എന്ന് പറയുന്നത് Q1/2 ആണ്. അപ്പോൾ ഈ ഒരു Q2 ടേമിൽ നമ്മൾ ആരെ കൊടുക്കും, Q1/2 കൊടുക്കും. ദാറ്റ് ഈസ് V2 is equal to 4 into Q1/2 divided by pi into 0.04, which is equal to 2Q1 by pi into 0.04. അതിന് നമ്മൾ ഇക്വേഷൻ നമ്പർ 6 എന്ന് കൊടുത്തു. അത് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക ഈ ഇക്വേഷനിൽ. V1ൻ്റെ വാല്യൂ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. V2 വാല്യൂ എന്ന് പറയുന്നത് ഇതാണ്. ഈ വാല്യൂ ഇവിടെയും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കാൻ പോകണം. സോ സബ്സ്റ്റിറ്റ്യൂട്ടിങ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുക 20 is equal to 4 into 0.015 F into L എന്ന് പറയുന്നത് 800 divided by 0.2 diameter into 2 into 9.81. V1ൻ്റെ ഇക്വേഷൻ മുന്നേ കണ്ടുപിടിച്ച 4Q1 by pi into 0.04 all square plus 4 into coefficient of friction F 0.015 into length of pipe 1200 divided by 0.2 into 2 into 9.81. V2 value 2Q1 by pi into 0.04 all square. That is 20 is equal to solve ചെയ്താൽ 12394 Q1 square plus 4647 Q1 square എന്ന് കിട്ടും. which is equal to 1. ഇത് രണ്ടും കൂടി ആഡ് ചെയ്താൽ 17041 Q1 സ്ക്വയർ എന്ന് കിട്ടി. അതിൽ നമുക്ക് Q1 എന്ന് പറയുന്നത് √20/17041 എന്ന് കിട്ടും. ദാറ്റ് ഈസ് Q1 is equal to 0.0342 മീറ്റർ ക്യൂബ് പെർ സെക്കൻഡ് എന്നാണ് കിട്ടിയത്. അപ്പോൾ നമ്മൾ അഡീഷണൽ ഒരു പൈപ്പ് കൂടി കൊടുക്കുമ്പം അവിടെ ഉണ്ടായിട്ടുള്ള ഡിസ്ചാർജിൻ്റെ ഇൻക്രീസ് കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുണ്ട്. ദാറ്റ് ഈസ് ഇൻക്രീസ് ഇൻ ഡിസ്ചാർജ് ഇസ് ഈക്വൽ ടു Q1 മൈനസ് Q ആണ്. ദാറ്റ് 0.0342 മൈനസ് ഇവിടെ കിട്ടിയിട്ടുള്ള Q എന്ന് പറയുന്നത് 0.0254 ആണ്. ആ സിംഗിൾ പൈപ്പിലെ ഡിസ്ചാർജ് മൈനസ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസർ എന്ന് പറയുന്നത് 0.0088 മീറ്റർ ക്യൂബ് പെർ സെക്കൻഡ്.